അവൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ അവിടെ 5 വർഷമായി ജോലി ചെയ്തിരുന്നു. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നോക്കുമ്പോൾ കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്, പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്നത് അവൻ 5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നു. അതായത് 5 വർഷം മുന്നേ അവൻ ജോലി ചെയ്യാൻ തുടങ്ങി, 5 വർഷം അവൻ കംപ്ലീറ്റ് ആയിട്ട് ജോലി ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? ആ ജോലി നിർത്തി. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്കിങ്ങനെ പറയാം, ഹി ഹാഡ് ബീൻ. ഇവിടെ നമ്മൾ ഹാഡ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി ഫോർ 5 years. അപ്പം ഇവിടെ ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി എന്ന് എന്തുകൊണ്ടാണ് വന്നത്? കാരണം 5 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്. ഈ വർക്ക് എന്ന് പറയുന്നത് 5 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു 5 വർഷം എന്നുള്ള കാലാവധിയിൽ കണ്ടിന്യൂ ചെയ്തു. പാസ്റ്റിൽ തുടങ്ങി, പാസ്റ്റിൽ തന്നെ കുറേ നാൾ 5 വർഷം എന്നുള്ള ഡ്യൂറേഷൻ കണ്ടിന്യൂ ചെയ്തു. അത് 5 വർഷം ആയപ്പോഴത്തേക്ക് നിന്നു. എന്നിട്ടാണ് അവൻ റിസൈൻ ചെയ്തത്. അപ്പം ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി ഫോർ 5 years വെൻ ഹി റിസൈൻഡ്. ജോലി നിർത്തി എന്നുള്ളതിന് നമുക്ക് റിസൈൻഡ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. English Mithra. Stop worrying, start learning.